بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد وعن أنس رضي الله عنه قال مر النبي صلى الله عليه وسلم على امرأة تبكي عند قبر فقال أنس رضي الله عنه ഉദ്ധരിക്കുന്ന ഹദീത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിന്റെ അടുത്തൂടെ നടന്നുപോയി. ആ പെണ്ണ് ഒരു ഖബറിന്റെ അടുക്കൽ നിന്ന് കരയാണ്. ഒരു സ്ത്രീ. റിവായത്തിലുണ്ട് തബ്കി അലാ സബിയ്യിൻ ലഹ, ആ സ്ത്രീയുടെ മകൻ മരിച്ചു, ആ മകന്റെ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ആ സ്ത്രീ കരയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇത്തഖില്ലാഹ വസ്ബിരി, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ക്ഷമിക്കുക. ആ പെണ്ണ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കാര്യമാണ്. അള്ളാഹുവിന് തൃപ്തിപ്പെടാത്ത, അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹിന്റെ ഖദാണ് മരണം. അപ്പൊ അതില് തൃപ്തിയില്ലാത്ത രീതിയിൽ അള്ളാഹുവിന് ദേഷ്യം ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കരയാണ്. ഇപ്പൊ റസൂല് നീ ക്ഷമിക്ക്, അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞു. ഫഖാലത്ത്, അപ്പൊ ആ സ്ത്രീ പറഞ്ഞു ഇലൈക അന്നി ഫഇന്നക ലം തുസിബ് ബിമുസീബതി, നീ മാറിപ്പോ, എനിക്കാണ് ബാധിച്ചത്, എനിക്കാണ് അപകടം പറ്റിയത്, എൻ്റെ കുടുംബക്കാരനാണ് മരണപ്പെട്ടത്. വലം തഅരിഫുഹു, ആ സ്ത്രീക്ക് റസൂലിനെ തിരിച്ചറിഞ്ഞിട്ടില്ല, റസൂലിനെ മനസ്സിലായിട്ടില്ല. ഫഖീല ലഹ ഇന്നഹു അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, കുറച്ച് കഴിഞ്ഞപ്പോ ആ സ്ത്രീയോട് പറയപ്പെട്ടു അത് റസൂലാണ്, നേരത്തെ എന്നോട് ഒന്ന് സംസാരിച്ചത് റസൂലാണ്. فأتت باب النبي صلى الله عليه وسلم فلم تجد عنده بوابين, അത് റസൂലാണെന്ന് തിരിച്ചറിഞ്ഞ ആ സ്ത്രീ എന്ത് ചെയ്തു, പെട്ടെന്ന് റസൂലിന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ കാവൽക്കാരുണ്ടായിരുന്നില്ല, ആരുണ്ടായിരുന്നില്ല. നേരെ റസൂലിന്റെ അടുക്കലേക്ക് കയറി വന്നു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു ലം അഅരിഫ്ക, റസൂലെ എനിക്ക് താങ്കളെ മനസ്സിലായിട്ടില്ല, അതാണ് ഞാൻ ആ രീതിയിൽ പ്രതികരിച്ചത്. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നമ സ്വബുറു ഇൻദ സ്വദമത്തിൽ ഊല, ആ ഒരു ഭാഗമാണ് ഈ ബാബിൽ, സബർ എന്ന ബാബിൽ ഇദ്ദേഹം ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസ് കൊണ്ടുവരാൻ കാരണം ഇന്നമ സ്വബുറു ഇൻദ സ്വദമത്തിൽ ഊല, ക്ഷമ എന്നുള്ളത് പരീക്ഷണങ്ങളുടെ, വേദനകളുടെ ആദ്യഘട്ടത്തിലാണ്. അതിലേക്ക് ക്ഷമിക്കണം. എല്ലാം പറഞ്ഞു കഴിഞ്ഞ്, എല്ലാം ചെയ്തു കഴിഞ്ഞ് ലാസ്റ്റ് ഖേദിക്കുന്ന രൂപത്തിലല്ല ക്ഷമിക്കേണ്ടത്. അതിന് ക്ഷമ എന്ന് പറയില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, മുസീബത്തുകൾ ഉണ്ടാകുന്ന സമയത്ത്, അതിന്റെ ആദ്യ സമയത്ത് തന്നെ ഇത് അള്ളാഹിന്റെ ഭാഗത്തുള്ള പരീക്ഷണമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനമാണ്, അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിന്റെ നിലപാട്. റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല, അള്ളാഹുവിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ റസൂലായിട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതാണ് അൽ ഈമാനു ബിൽ ഖളാഇ വൽ ഖദറിലുള്ള പ്രധാനപ്പെട്ട ഭാഗം. അപ്പം മുസീബത്ത് ഉണ്ടാകുന്ന സമയത്ത് ആദ്യ സമയത്തായിരിക്കും ക്ഷമിക്കേണ്ടത് അള്ളാഹിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. അല്ലാണ്ട് അവസാന ഭാഗത്തെല്ലാം പറഞ്ഞു കഴിഞ്ഞ്, എല്ലാം ചെയ്തു കഴിഞ്ഞ് അവസാന ഭാഗത്തുള്ള ആ ഖേദപ്രകടനവും ക്ഷമയും അതല്ല ഇസ്ലാം പരിഗണിക്കുന്ന ക്ഷമ എന്ന് മനസ്സിലാക്കി തരാനാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസ് ബാബിൽ കൊണ്ടുവന്നത്. ഇൻഷാ അല്ലാഹ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.